ഹലോ, എല്ലാവർക്കും കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ചെറിയൊരു പോർഷൻ ആണ്. നമുക്ക് കേട്ടിട്ടിന്റെ സിലബസിൽ തന്നിട്ടുള്ള ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും ഫസ്റ്റ് പഠിക്കാനുണ്ടാവുക, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുക ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ ആണ്. മാറ്ററിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. മാറ്റർ ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ഇപ്പം അറിയുന്നുണ്ടാവുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. രണ്ടാമത്തെ എന്തായിരിക്കും മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. മൂന്നാമത്തേത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ്. അതായത് മിക്സ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാന്ന് നോക്കാലോ. എന്താണ് ശരിക്കും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത്, ഈ മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, സ്ട്രക്ചർ, അതൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് അല്ലെ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറ്ററിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ എന്താ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ്, ഇറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് നീഡ്സ് സ്പേസ് ടു ഒക്യുപ്പൈ ആൻഡ് ഹാസ് സ്പേസ്. അതായത് സ്പേസും ഒക്യുപ്പൈ ചെയ്യാൻ, അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതേപോലെ മാസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ എന്താ പറയാ, മാറ്റർ എന്നാണ് പറയാ അല്ലെ. നമുക്കറിയാം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വായു എന്ന് പറയുന്ന മാറ്റർ ആണോ? വായു എന്ന് പറയുന്ന എന്താണ്, മാറ്റർ ആണ്. കാരണം എന്ത് വേണം, അതിന് സ്ഥിതി ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു സ്ഥലം ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അത് മാറ്റർ ആണ്. നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും എന്താണ്, നമുക്ക് കാണുന്ന ഡെസ്ക്, ബെഞ്ച്, അതേപോലെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം, ബുക്ക് ആവാം, എല്ലാ സാധനവും എന്താണ്, മാറ്റർ ആണ്. അതിനൊക്കെ എന്ത് ചെയ്യാം, സ്ഥിതി ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു സ്പേസ് വേണം. അതേപോലെ തന്നെ അതിനെന്ത് വേണം, അതിനൊരു മാസം ഉണ്ട് അല്ലെ. അപ്പൊ ഈ മാറ്ററിനെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് മാറ്ററിന്. അപ്പൊ അതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പണ്ടത്തെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പോലെ സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതാകുമ്പോൾ നമ്മൾ എന്ത് പഠിക്കാറുണ്ട്, പ്ലാസ്മ പഠിക്കാറുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പഠിക്കാറുള്ളതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പിന്നെ നമ്മൾ പഠിക്കാറുണ്ട്, ഒരു പി ജി ഒക്കെ എത്തുന്ന സമയത്താണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഒക്കെ നമ്മൾ പഠിക്കാറുള്ളത്. പിന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ, സൂപ്പർ ഫ്ലൂയിഡ് ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സാധനം ഇപ്പൊ ഇതിൽ നമുക്ക് ഈ സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, അതാണ് നമ്മൾ സ്കൂൾ കുട്ടികളുടെ ലെവലിനനുസരിച്ച് ഇപ്പൊ നമ്മൾ കേട്ടിട്ടിൽ പഠിക്കാനുള്ളത്. ഈ ഒരു മെയിൻ ആയിട്ട് സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, അതൊക്കെ ആലോചിച്ച് വെക്കുക, അതിന്റെ പ്രത്യേകതകളൊക്കെ. പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ആണ്. അതുപോലെ തന്നെ സിക്സ്ത് ഫെർമിയോണിക്സ് കണ്ടൻസേറ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ സോൾഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിൽ എന്താണ് ശരിക്കും, നമുക്കറിയാം, ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് സോൾഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. അപ്പോൾ ഈ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡിനായിട്ട് നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്താൽ ഒരു ഐസ് എടുക്കാൻ വിചാരിച്ചു. ഐസ് ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ടുള്ള ഐസ് എടുത്തു. അപ്പൊ ഐസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വെള്ളം കിട്ടും. പിന്നെ വെള്ളത്തിനെ ഞാൻ എന്ത് ചെയ്യാം, കുറേയും കൂടെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്ടർ വേപ്പർ ആണ് കിട്ടുക അല്ലെ. അപ്പൊ അത് ഗ്യാസിന്റെ സ്റ്റേറ്റിലായിട്ടായിരിക്കും മാറും. അപ്പൊ സോളിഡ് എന്ന് പറയുന്ന ഒരു കട്ട പോലത്തുള്ള സാധനമാണ്. നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവും, അതിന് എന്തുണ്ടാവും, ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലെ, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും അതിന്. അപ്പൊ അതുപോലെ തന്നെ അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും, വോളിയം ഉണ്ടാവും, വ്യാപ്തം ഉണ്ടാവും അല്ലെ അതിന്. പിന്നെ എന്തുണ്ടാവും, അതിന് അതിന് മാസ് ഉണ്ടാവും. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും, ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് ഭയങ്കര മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതിന് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഭയങ്കര കുറവാണ് അല്ല. അതായത് അതിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താ, ഭയങ്കര ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്റ്റൻസും പാർട്ടിക്കിൾസിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. അതായത് നല്ല കുറവായിരിക്കും, ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഇനിയോ ലിക്വിഡ് ആണെങ്കിലോ, ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഐസിനെ ഞാൻ ഉരുക്കി എന്താക്കി, വെള്ളമാക്കി അല്ലെ. അപ്പൊ അതായത് ഹീറ്റ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ലിക്വിഡ് ആക്കി. അപ്പൊ ലിക്വിഡ് ആക്കിയ സമയത്ത് അതിനെന്തില്ല, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പില്ല അല്ലെ. നമുക്കറിയാം, ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത് ആ ഒരു പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും എന്തിന് വരിക, നമുക്ക് ലിക്വിഡിന് വരിക. പിന്നെ നമുക്കറിയാം അതിന് എന്തില്ല, എന്താണ്, ഷേപ്പ് ഇല്ല. പക്ഷെ അതിന് എന്തുണ്ട്, ഒരു വോളിയം ഉണ്ട് അല്ലെ, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട് ആർക്ക്, ലിക്വിഡിന്. പിന്നെയോ മാസ് ഉണ്ടല്ലോ, എന്തായാലും മാസ് ഉണ്ട്. പിന്നെ ഇതിന് ഫ്ലോ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ പറയാറുണ്ട് ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ പഠിക്കാറുള്ള സാധനമല്ലേ. ഇപ്പൊ ഫ്ലൂയിഡ്സ് ഒക്കെ അതിലാണ് അല്ലെ. നമ്മൾ ലിക്വിഡിനെയും ഗ്യാസിനെയും പൊതുവേ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയാറുണ്ട് അല്ലെ.
പിന്നെ എന്താണ് അപ്പോൾ ഈ സോളിഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ലിക്വിഡ് എന്ന് പറയുന്നത് വളരെ ലൂസ്ലി പാക്ഡ് ആണ്. ഓക്കെ, ലൂസ്ലി പാക്ഡ് ആണ്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കൂടുതലാണ് ആരെക്കാളും, സോളിഡിനേക്കാളും. അപ്പൊ ഗ്യാസിനാണെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല, അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയവും ഇല്ല. പക്ഷെ അതിന് മാസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ആ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അതിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയുന്നത് വളരെ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഈ മൂന്നെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത്, ഗ്യാസിനാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനർജി ആണെങ്കിലോ, എനർജി ഏറ്റവും കൂടുതൽ ആയിരിക്കും, ഏത് പാർട്ടിക്കിൾസിനായിരിക്കും എനർജി കൂടുതൽ ഗ്യാസിനായിരിക്കും അല്ലെ. അപ്പൊ എനർജി ഏറ്റവും കുറവുള്ളത് ആർക്കായിരിക്കും, അത് സോളിഡിനായിരിക്കും. അത് ആലോചിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടീസിൽ ഇപ്പൊ നോക്കാം, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റെ മൂവ്മെന്റ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ആണെങ്കിലോ അതും കൂടുകയാണ് ചെയ്യുന്നത്. അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. അല്ലെ, അതായത് അട്രാക്ഷൻ കുറയും, അതുകൊണ്ടല്ലേ ദൂരേക്ക് പോകുന്നത്. അപ്പൊ എനർജി ആണെങ്കിലോ അത് കൂടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഈ കാര്യങ്ങളാണ് ഞാനിതിൽ തന്നിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാം. ഇനി സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്താണ് അതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ പേര്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് എന്താണ് പ്രോസസ്സിന്റെ പേര്, ഗ്യാസിൽ നിന്ന് സോളിഡിലേക്ക് എങ്ങനെയാണ് പ്രോസസ്സിന്റെ പേര്, അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് എങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അതിന്റെ പേര് എങ്ങനെയാ പഠിച്ചു വെക്കുക, അതിന് പറയുന്ന പേരാണ് ലിക്വിഫാക്ഷൻ. എന്താ പറയുന്ന പേര്, ലിക്വിഫാക്ഷൻ. അപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് എന്ന് പറയുമ്പോൾ ലിക്വിഡിലേക്ക്, അപ്പൊ ഏതിലേക്കാണോ പോകുന്നത് ആ ഒരു പേര് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ലിക്വിഡിലേക്ക് പോകുന്നതുകൊണ്ട് ലിക്വിഫാക്ഷൻ. അപ്പൊ തിരിച്ച് ലിക്വിഡിൽ നിന്ന് സോൾഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, നല്ല എളുപ്പമല്ലേ, സോൾഡിഫിക്കേഷൻ, അതാണ് അതിന്റെ പേര്. ഇനി ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോഴോ, ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വാട്ടർ വേപ്പർ ആലോചിക്കണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലിക്വിഡിന് ഗ്യാസിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, വേപ്പറൈസേഷൻ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറയാറുണ്ട്, എന്താണ്, വേപ്പറിനെയൊക്കെ കണ്ടൻസ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളമാക്കി മാറ്റുന്നതെന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഗ്യാസ് നേരെ തിരിച്ച് ലിക്വിഡിലേക്ക് പോകുന്നത് എന്തായിരിക്കും, അത് കണ്ടൻസേഷൻ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഗ്യാസിൽ നിന്ന് നമ്മൾ സോളിഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഞാൻ പറഞ്ഞു എവിടേക്കാണോ എത്തുന്നത് ആ പേരാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, സോളിഡിഫിക്കേഷൻ. അപ്പൊ നമുക്ക് ഇതിലൊന്നും ഇല്ലാത്ത പേരാണ്. ഇനി സോളിഡിൽ നിന്ന് നേരെ ഗ്യാസിലേക്ക് പോകുമ്പോൾ ആ പേരെന്താണ്, അത് സബ്ലിമേഷൻ ആണ്. അപ്പൊ സോളിഡിൽ നിന്ന് നേരെ ഗ്യാസിലേക്ക് പോകുന്ന എന്റെ പറയുന്ന പേരാണെന്ത്, സബ്ലിമേഷൻ. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ഈ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്, എന്താണ് മിക്സ്ചർ? അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഐഡന്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ത്, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാല്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, AU ആണല്ലോ ഗോൾഡ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് AUവിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് AUവിന്റെ ആറ്റംസ് വെച്ച് 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 മാത്രം നമ്മൾ ഉണ്ടാക്കിയതാണ് ഗോൾഡ്. അപ്പോൾ വാട്ടർ ആണെങ്കിലോ, വാട്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്, H2O അല്ലെ. H2O എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആ മോളിക്യൂളിൽ മാത്രമാണ് എന്തിലുള്ളത്, വാട്ടറിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഐസ് അല്ലെ, വാട്ടർ ഉണ്ടെങ്കിൽ എന്തായാലും ഐസ് ഉണ്ടാവും, വാട്ടർ വേപ്പർ, അതൊക്കെ എന്തായിരിക്കും, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഷുഗർ ആണെങ്കിലോ, ഷുഗർ എന്ന് പറയുമ്പോൾ C6H12O6 അല്ലേ. എന്താണ്, നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന C6H12O6 അല്ലേ. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ നമുക്ക് C12H22O11 അല്ലേ. എന്താണ്, സൂക്രോസിൽ നമുക്ക് പറയാൻ പറ്റില്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിലാ വരുന്നത്, പ്യുവർ സബ്സ്റ്റൻസ്. അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു, ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി. അതായത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ തരികൾ മാത്രമാണ് അതിലുള്ളത്. വാട്ടർ വേപ്പർ എന്ന് പറയുന്ന വാട്ടർ വേപ്പർ മാത്രമാണ് അതിലുള്ളത്. കോമൺ സാൾട്ട് എന്ന് പറയുന്ന ഉപ്പ് പോലെ അല്ലേ, ഉപ്പ് നമ്മൾ വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെയാണ്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെന്റ് നേച്ചറുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ ചേർന്ന ഉള്ളതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ മിക്സ്ചർ തിന്നുന്ന അതുപോലെ തന്നെ നോക്കുക. അപ്പൊ അതിലെന്തായിരിക്കും, പല പല സാധനങ്ങളായിരിക്കും ഉണ്ടാവും അല്ലെ. പല പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പൊ സോയിൽ നമ്മൾ നോക്കിയാൽ കാണാം, സോയിൽ എന്തൊക്കെ ഉണ്ടാവും, ഹ്യൂമസ് ഉണ്ടാവും, അതേപോലെ സോയിലിന്റെ പല പല പാർട്ടിക്കിൾസ് ഉണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കമ്പോണൻസ് ഉണ്ടാവും അല്ലെ. അതൊക്കെയാണ് സോയിലിൽ വരുന്നത്. അപ്പൊ സോൾട്ട് സൊല്യൂഷൻ നോക്കുക, ഇവിടെ സോൾട്ട് സൊല്യൂഷന് സോൾട്ടും ഉണ്ടാവും വെള്ളവും ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എന്ന് തന്നെ പറയുന്നത്. ഇപ്പൊ സോഡ വാട്ടർ ആണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും, അതിൽ വാട്ടറും ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് ഇത് മിക്സ്ചർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ പല പല ടൈപ്പുള്ള സാധനങ്ങളാണ് മിക്സ്ചറിൽ വരുന്നത്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഷുഗറും ഉണ്ടാവും, അതുപോലെ തന്നെ വെള്ളവും ഉണ്ടാവും. എയറിൽ എന്തുണ്ടായിരിക്കും, എയറിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ നൈട്രജൻ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എയർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല, അത് മിക്സ്ചർ ആണ്. നമുക്ക് കാണുമ്പോൾ നോക്കും, എയർ ഒന്നല്ലേ, പക്ഷെ എന്തല്ല, അത് മിക്സ്ചർ ആണ്. ഓക്കെ,
ഇനി മാറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പൊ മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്സ്ചേഴ്സ് ആയിട്ടും. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെ? എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആക്കിയിട്ട്. ഓക്കെ, അപ്പൊ എന്താ എലമെന്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള എല്ലാവരും എന്താണ്? എലമെന്റ്സ് ആണ് അല്ലെ? അപ്പൊ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിയും സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ഇനിയും സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കിയിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണെന്ത്? എലമെന്റ്സ്. അപ്പൊ എലമെന്റ്സുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? നമുക്ക് കോമ്പൗണ്ട്സ് അല്ലെ? അപ്പൊ അതായത് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ഇവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പല പല എന്താണ് കെമിക്കൽ റിയാക്ഷൻസോ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ്, ഒരുപാട് റിയാക്ഷൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിളിൽ എല്ലാത്തിനെയും നമുക്ക് പറയാം കോപ്പർ, അതുപോലെ തന്നെ അയൺ, സിൽവർ, പ്ലാറ്റിനം, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. കോമ്പൗണ്ട്സിനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നേരത്തെ നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് അല്ലേ, ഇപ്പം ഷുഗർ, അതേപോലെ വാട്ടർ, മീഥീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? കോമ്പൗണ്ട്സിലാണ് വരുന്നത് അല്ലെ? അപ്പൊ അതാണ് ഇതിൽ വരുന്നത്. ഇനിയോ അടുത്ത എന്താണ് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് മിക്സ്ചേഴ്സ് അല്ലെ? നമ്മൾ നേരത്തെ പ്യൂർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇനി മിക്സ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും ഡിവൈഡ് ചെയ്യാം. മിക്സ്ചേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിന് യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് ഒരേ കോമ്പോസിഷൻ ഉള്ള ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പോൾ എന്താണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? ഒരു ത്രൂ ഔട്ട് അവർക്ക് എന്തായിരിക്കും? ഒരേപോലത്തെ കോമ്പോസിഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉപ്പുവെള്ളം, ഞാനൊരു ഗ്ലാസ്സിൽ ഞാൻ ഉപ്പുവെള്ളം എടുത്തു. ഉപ്പുവെള്ളത്തിന് മേലെ നിന്ന് ഞാൻ തൊട്ട് നാവിൽ വെച്ച് നോക്കിയാലും അതിന് അടിയിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് നാവിൽ വെച്ച് നോക്കിയാലും ഒരേപോലത്തെ കോമ്പോസിഷനിൽ കിട്ടുക. അങ്ങനത്തെ ആൾക്കാരാണ് ഹോമോജീനസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഷുഗർ ഇൻ വാട്ടർ, സോൾട്ട് ഇൻ വാട്ടർ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മളെ ഹോമോജീനിയസിന് എക്സാമ്പിളാണ്. ഇപ്പം അതുപോലെ തന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ എല്ലാ സൊല്യൂഷൻസും എന്താണ്? അത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എല്ലാ സൊല്യൂഷൻസും എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതുകൊണ്ട് അല്ലെ. ഇനി ആ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഇങ്ങനത്തെ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കില്ല, അതേപോലെ ഒരേപോലത്തെ കോമ്പോസിഷൻ ആയിരിക്കില്ല. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആണ്, ഞാൻ കുറച്ച് മണ്ണും കൂടെ മണലും ഉപ്പും കൂടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചു. എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ മണലിന്റെ ഇതുണ്ടാവുക? അല്ല. എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ ഉപ്പിന്റെ ഉണ്ടാവുക? അല്ല. അതേ അങ്ങനത്തെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. എക്സാമ്പിൾ ആണ് ഇങ്ങനത്തെ മിക്സ്ചേഴ്സ് ഒക്കെ. അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും തമ്മിൽ കൂട്ടിക്കലർത്തിയാൽ അങ്ങനത്തെ മിക്സ്ചേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നോക്കാം. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മിക്സ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് മെത്തേഡ് വെച്ചിട്ടാണെന്ന് അറിയാം? നമ്മൾ ഈ എന്താ പറയാ, കോമ്പണൻസിന്റെ അവരിൽ ഈ മിക്സ്ചേഴ്സിന്റെ കോമ്പണൻസിലുള്ള പ്രത്യേകത നോക്കിയിട്ടാണ് നമ്മൾ ഈ സെപ്പറേഷൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീ. അപ്പൊ ടീ ആണെന്നുണ്ടെങ്കിൽ ടീ എങ്ങനെയാണ്, എന്താണ് ഇപ്പൊ ടീ നമ്മൾ ചായ ചണ്ടിയില്ല, ആ ചായ ചണ്ടി എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുക? അത് നമ്മൾ അതിന്റെ ചായ ചണ്ടിക്ക് വലിപ്പം കൂടുതലായിരിക്കും. അപ്പം വെള്ളം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അരിപ്പേൻ്റെ ഉള്ളിൽ കൂടെ പോകും അല്ലെ? അപ്പൊ അതായത് ഡിഫറൻസ് ഇൻ സൈസ്, പാർട്ടിക്കിളുടെ സൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ഫിൽട്രേഷൻ. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഫിൽട്രേഷൻ ആയിരിക്കാം. ഇനി കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ അല്ലെ? കടലിൽ നിന്ന് ഉപ്പുവെള്ളത്തിൽ നിന്ന് നമ്മൾ ഉപ്പ് എങ്ങനെയാണ് വേർതിരിക്കാറുള്ളത്? നമ്മൾ ഇവാപ്പറേഷൻ വഴിയാണ് അല്ലെ? എന്ത് ചെയ്യും? ഉപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഇവാപ്പറേറ്റ് ചെയ്ത് പോകില്ല. വെള്ളം എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതാണ് നമ്മൾ അതിൽ നോക്കുന്നത്. ഇനിയോ പതിര് വേർതിരിക്കുന്നത് എങ്ങനെയാ? ചാഫ് ഫ്രം പാഡി. ഇങ്ങനെ വിന്നോയിങ് അല്ലെ? വിന്നോയിങ് എന്നാണ് ആ മെത്തേഡിന്റെ പേര്. അതിന്റെ മാസ് ഡിഫറൻസിലാണ് നമ്മൾ അത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത് അല്ലെ? മാസ് ഡിഫറൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പാറ്റുന്ന സമയത്ത് നല്ല എന്താ നെൽമണികളൊക്കെ എന്ത് ചെയ്യും? നേരെ വീഴും. അല്ലാത്തത് അത്ര കട്ടിയില്ല, എന്താ പതിര് മാത്രമുള്ള കുറച്ച് അപ്പുറത്തേക്ക് വീഴാണ് ചെയ്യുന്നത്. ഇനി അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ. അയൺ കണ്ട അപ്പം എന്തായിരിക്കും? മാഗ്നറ്റൈസ് സെപ്പറേഷൻ ആണല്ലോ. അപ്പൊ മാഗ്നറ്റൈസ് സെപ്പറേഷൻ വരും. അപ്പോൾ പ്രോപ്പർട്ടി ബേസിസ് എന്താണ്? മാഗ്നറ്റൈറ്റ് നേച്ചർ. പിന്നെ സ്റ്റോൺസ് ആൻഡ് പാഡി ഇൻ റൈസ് അല്ലേ? നമുക്ക് അരിയിൽ നിന്ന് നമ്മൾ കല്ലുകളൊക്കെ ഇങ്ങനെ വേർതിരിക്കുക, നമ്മൾ കയ്യിനെ കൊണ്ട് പെറുക്കിയാണ് വേർതിരിക്കുക. അപ്പൊ അവിടെ നമ്മൾ അതിന്റെ സൈസ്, കളർ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മഡി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡിമെന്റേഷൻ വഴിയാണ്. അതുപോലെ തന്നെ ഹെവി പാർട്ടിക്കിൾസ്
എന്ത് ചെയ്യും, അടിയും. അപ്പൊ മേലെ ഉള്ള എന്താണ് തെളിഞ്ഞ വെള്ളം എന്ത് ചെയ്യും, നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അയേണും സാൻഡും ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്, അതായത് മാഗ്നറ്റിക് നേച്ചർ ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഈ ടെക്സ്റ്റിൽ നമ്മുടെ എന്താണ് എയ്ത്തിന്റെ ടെക്സ്റ്റിൽ തന്നുകൊണ്ട് ഈ ഒരു പോർഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്, പോയിന്റ്സ് മിസ്സാക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ കോമൺലി നമ്മൾ എന്താ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് മെത്തഡ് ഓഫ് സെപ്പറേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് എന്താണ് ഡിസ്ലേഷൻ, പിന്നെ ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ, പിന്നെ ക്രോമറ്റോഗ്രഫി, പിന്നെ സെപ്പറേറ്റിംഗ് ഫണല്, സെൻട്രിഫ്യൂഗേഷൻ, ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ, ഡീകാന്റേഷൻ, ഈ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ, ഡീകാന്റേഷൻ നമുക്ക് ഏകദേശം നമുക്ക് ഒരേ പ്രോസസ്സിന്റെ പോലെ തന്നെയല്ലേ, അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിനെയും കൂടെ ഞാനൊരു സെഗ്മെന്റ് ആക്കി വെച്ചത്. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റിലേഷൻ പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റിലേഷൻ നമ്മൾ നോക്കാം. ഡിസ്റ്റിലേഷന്റെ ചിത്രം തന്നെ നോക്കുക. ഈ സൈഡിൽ ഞാൻ ചിത്രം കൊടുത്തിട്ടുണ്ട്, കാണാലോ. അപ്പൊ ചിത്രത്തിൽ നമുക്ക് ലാബിലൊക്കെ സാധാരണ കാണുന്ന, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ് അല്ലെ. അതായത് അത് നമ്മൾ RV ഫ്ലാസ്ക് എന്ന് വിളിക്കുന്ന അതാണ് അവിടെ കാണുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ എന്തുണ്ട്, നമുക്ക് തീ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ എന്താ എടുത്തിട്ടുള്ളത്, സോൾട്ട് സൊല്യൂഷൻ ആണ്. അപ്പൊ തീ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, വെള്ളം എന്ത് ചെയ്യും, ആവിയായിട്ട് പോകല്ലേ, മേലേക്ക് പോവാൻ നമുക്കറിയാം. അപ്പോൾ അതിനവിടെ എന്ത് ചെയ്യും, സൈഡിലേക്ക് ഒരു വലിയ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കണ്ടൻസർ. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വാട്ടർ ഔട്ട്, വാട്ടർ ഇൻ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഔട്ട്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വളഞ്ഞ ഒരു ഇതിലേക്ക് എത്തുന്ന വേറൊരു RB ഫ്ലാസ്കിലേക്കാണ്, അതിൽ പ്യുവർ വാട്ടർ ഒന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താണ്, നമ്മള് വെള്ളം വെള്ളം ചൂടാക്കുന്ന സമയം, അതായത് ഉപ്പുവെള്ളം ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വെള്ളം കുറച്ച് എന്താണ് 100 ഡിഗ്രി ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം പിന്നെ എന്ത് ചെയ്യും, പോവും അല്ലെ, മേലേക്ക് പോവും. അങ്ങനെ ഈ ആവി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു വലിയ കണ്ടൻസറിലൂടെ പോവാം. ആ വലിയ ലോങ് ട്യൂബിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, കണ്ടൻസർ. അപ്പൊ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, വാട്ടറിന്റെ ഈ രണ്ട് മേലേക്ക് വാട്ടർ ഔട്ട് വാട്ടർ ഇൻ എന്ന് പറയുന്നില്ല, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും, പൈപ്പിനെ നമ്മൾ അറ്റാച്ച് ചെയ്യും. അപ്പൊ പൈപ്പ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൾഡ് വാട്ടർ ആണ്, നമ്മൾ പൈപ്പിൽ നിന്ന് നമ്മൾ കോൾഡ് ആയിട്ടുള്ള വാട്ടർ ആണ് നമ്മൾ അതിലേക്ക് കടത്തി വിടുക. അപ്പോൾ ഈ ഒരു എന്താ പറയാ, തണുത്ത വെള്ളം കൊണ്ട് സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഈ എന്ത് ചെയ്യും, ഈ മേലേക്ക് വേപ്പറായിട്ട് പോയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും, അത് തണുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ തണുത്തിട്ട് എന്ത് ചെയ്യും, ഈ ലാസ്റ്റിലുള്ള RB ഫ്ലാസ്കിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഇറ്റിറ്റി വീടിന് അങ്ങനെയാണ് നമുക്ക് അവിടെ പ്യുവർ വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോൾട്ട് മാത്രമായിരിക്കും അടിയിൽ ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഇനി നോക്കാം, ഇതാണ് നമ്മളെ പരിപാടി അല്ലെ. അപ്പൊ ഇനി നോക്കാം, എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയാം, ഒരു വോളട്ടൈൽ ആയിട്ടുള്ള ലിക്വിഡും മറ്റേത് നോൺ വോളട്ടൈൽ ആണെങ്കിൽ, ഒരേ കണ്ടീഷനിൽ ഒരു വോളട്ടൈൽ, അതായത് പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്ന ലിക്വിഡും പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോവാത്ത ലിക്വിഡും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സോൾട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ വാട്ടർ എന്ന് പറയുന്ന വോളട്ടൈൽ ആണ്, സോൾട്ട് എന്ന് പറയുന്നത് നോൺ വോളട്ടൈൽ ആണ് അല്ലെ. ഇനി നോക്കാം, ഈ ഒരു ഇത് മാത്രമല്ല, നമുക്ക് ഈ ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസിലുള്ള കോമ്പോണൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടറും അസറ്റോണും. ഇപ്പോൾ വാട്ടറും അസറ്റോൺ എന്ന് പറയുന്ന ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോയിൽ ആവുള്ളൂ അല്ലെ. അതിന് ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 56 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, വേഗം ബാഷ്പീകരിച്ച് പോകും. പിന്നെ അടിയിൽ വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മറ്റേ ഫാർമസിയിലൊക്കെ നമ്മൾ ചെറിയ വയൽസിലൊക്കെ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്ന യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ബാറ്ററീസ്, അതിലൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലുള്ള. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഡിസ്റ്റിലേഷൻ. ഒറ്റ കാര്യം ഓർത്താൽ മതി, എന്ത്, നമുക്ക് ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിലാണ്, വോളട്ടൈൽ, ഒരു കോമ്പണന്റ് എന്ന് പറയുന്ന വോളട്ടൈൽ ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും, നോൺ വോളട്ടൈൽ ആയിരിക്കും, ഒരേ കണ്ടീഷനിൽ ആണെങ്കിൽ. ഓക്കെ, പിന്നെ നമുക്ക് ലാർജ് ഡിഫറൻസ്, ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, അതാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നോക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെയാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്ത് ലിക്വിഡ്സിനെ? മിസിബിൾ ലിക്വിഡ്സ്. മിസിബിൾ ലിക്വിഡ്സ് പറഞ്ഞാൽ തമ്മിൽ കലരുന്ന ലിക്വിഡ്സ് ആണ്. അതായത് അതുപോലെ അവർ എന്താണ്, എന്താ പറയാ, ചെറിയ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. മറ്റേത് ഞാൻ പറഞ്ഞു ലാർജ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്. ഇവിടെ എന്തായിരിക്കും, ചെറിയ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി എന്ത് ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും ആണ് വരുന്നത്. ലിക്വിഡ് ആക്കുക, വേപ്പറൈസേഷൻ, ആ ഒരു മെത്തേഡാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളെയാണ് നമുക്ക് ആദ്യം കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയാണ് നമ്മൾ ഹയർ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് നമ്മൾ പിന്നീടാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ക്രൂഡ് ഓയിലാണ് അല്ലേ? ക്രൂഡ് ഓയിൽസിനൊക്കെ വലിയ എന്താ പറയുക, ഫ്രാക്ഷനേറ്റിംഗ് കോളംസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്കറിയാം ക്രൂഡ് ഓയിൽ നിന്നാണ് നമുക്ക് കെറോസിൻ കിട്ടുന്നത്, ഡീസൽ കിട്ടുന്നത്, നമുക്ക് എന്താണ് പെട്രോൾ കിട്ടുന്നതൊക്കെ നമുക്കറിയാം അല്ലെ, കോമൺ ആയിട്ട്. അപ്പൊ ഇതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യും, ഇതിനൊക്കെ അത്ര വലിയ എന്താണ് ബോയിലിംഗ് പോയിന്റിന് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. അപ്പൊ ഫ്രാക്ഷനേറ്റിംഗ് കോളം ആയിരിക്കും ഇതിലുണ്ടാവുക. മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെയാണ് സെപ്പറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെന്ത് ചെയ്യും, ഒരു എന്താണ് സ്മോൾ ഡിഫറൻസ് ആയിരിക്കും ബോയിലിംഗ് പോയിന്റിന് ഉണ്ടാവുക. ഓക്കെ, ഇതിന് വേറെ യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ ആണ് മെത്തനോളും എത്തനോളും അല്ലെ. മെത്തനോളും എത്തനോളും രണ്ടും ആൽക്കഹോളാണ്. മെത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്തനോൾ ആണെങ്കിൽ 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതൊരു തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അറ്റ്മോസ്ഫറിക് എയറിലെ കോമ്പണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സെപ്പറേഷൻ ഓഫ് കോമ്പണൻസ് ഇൻ അറ്റ്മോസ്ഫറിക് എയർ. എങ്ങനെയാണ് അറ്റ്മോസ്ഫറിക് എയറിലുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.